തേജസ്വി യാദവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ കഴിയില്ല എന്നതാണ് BJP നേതാക്കൾ പറയുന്നത്. BJP നേതാക്കൾ അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവത്തിൽ നിൽക്കുകയാണ്. ബീഹാറിൽ തങ്ങൾ പറയുന്നത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും അന്തിമ വാക്യമെന്നും ഇതൊന്നും ചോദ്യം ചെയ്യുവാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ് ആർത്തുല്ലസിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് BJPയുടെ നേതാക്കൾ. ഈ രാജ്യം മുഴുവൻ അവരുടെ കാലിൻ്റെ അടിയിലാണ് എന്ന് വിചാരിച്ച് നടക്കുകയാണ് ഇത്തരം BJP നേതാക്കൾ. ബീഹാറിൽ BJPയുടെ വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് നടക്കുന്നതെന്നും RJD കാലിടറും എന്നും അവരുടെ നേതാവായ തേജസ്വി യാദവ് തിഹാർ ജയിലിലേക്ക് പോകുമെന്നതാണ് രവിശങ്കർ പ്രസാദും അതുപോലെ തന്നെ രാജ് പ്രതാപ് റൂഡിയും ഒക്കെ പറയുന്നത്. BJP നേതാക്കൾ വലിയ തോതിൽ ലാലു പ്രസാദ് യാദവിൻ്റെ മകനെ ടാർഗറ്റ് ചെയ്യുകയാണ്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അങ്ങനെയെങ്കിൽ ബീഹാറിൽ വലിയ തോതിലുള്ള തീമഴയുണ്ടാകും, ജനങ്ങൾ വലിയ രീതിയിൽ നടുത്തളത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകുമെന്നതാണ്. മഹാരാഷ്ട്രയിൽ കാണിച്ച വൃത്തികേട് ഇവിടെ ആവർത്തിക്കാമെന്ന് അങ്ങനത്തെ ഒരു കരുതലേ വേണ്ട എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. മഹാരാഷ്ട്രയിൽ എന്ത് രീതിയിലുള്ള നാണംകെട്ട പരിപാടിയാണ് BJP ആസൂത്രണം ചെയ്തത് എന്നത് രാജ്യം മുഴുവൻ കണ്ടതാണ്. അവിടെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ തെരഞ്ഞെടുപ്പ് പോലും വ്യാജമായിരുന്നു. അദ്ദേഹത്തിന് വാസ്തവത്തിൽ അവിടെ വിജയ സാധ്യത പോലുമില്ലായിരുന്നു. അങ്ങനെ പല മണ്ഡലങ്ങളിലും BJP അട്ടിമറിയിലൂടെ വിജയം നേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ BJP 132 സീറ്റുമായി എങ്ങനെ മഹാരാഷ്ട്രയിൽ വലിയ നേട്ടമുണ്ടാക്കി? അവിടെ നടന്നത് കള്ളക്കളിയാണ്. ഇതിൻ്റെ തനി ആവർത്തനം തന്നെയാണ് ഇവിടെ ബീഹാറിലും നടക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ജയസാധ്യത വളരെ കുറവാണ് BJPക്ക് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയത് മുതലേ ചങ്കിടിപ്പ് വർദ്ധിച്ചിരിക്കുകയാണ് BJPക്ക്. അതോടെ RJD നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കുവാനും പല നേതാക്കൾക്കും രാജ്യത്തെ പൗരാവകാശം പോലും ഇല്ല എന്ന് പറഞ്ഞ് മുസ്ലിം നേതാക്കളെ പ്രത്യേകിച്ചും ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. RJDയിൽ മത്സരിക്കുന്ന മുസ്ലിം നേതാക്കളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് BJP വംശീയ പരാമർശവുമായി ലഘുലേഖകൾ വിതരണം ചെയ്ത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. BJPയുടെ ഏറ്റവും വികൃതമായ രാഷ്ട്രീയ കളിയാണിപ്പോൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവർണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒക്കെ ദുരുപയോഗം ചെയ്തിട്ടും കാര്യങ്ങൾ കരക്കടുക്കുന്നില്ല എന്ന് മനസ്സിലായതോടെ എന്ത് രീതിയിലുള്ള കൊള്ളയും വെട്ടിപ്പും കാണിച്ചും അവരുടെ എതിരാളികളെ ജയിലിലടക്കുവാൻ വേണ്ടിയുള്ള നീക്കമാണ് BJPക്ക്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെ ജയിലിലടച്ചതും ഒടുവിൽ അജയ്യനായി ഹേമന്ത് സോറൻ BJPയുടെ എല്ലാ പൊള്ളയായ കള്ളക്കളിയും പൊളിച്ചടിക്കൊണ്ട് അധികാരത്തിലേക്ക് വന്നതും നമ്മൾ കണ്ടതാണ്. അതേ മോഡലാണ് ബീഹാറിലും നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. തേജസ്വി അകത്തു പോയാലും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ സാധിക്കുകയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. 30 ദിവസം ജയിലിൽ കിടന്നാൽ അയോഗ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള വിവാദ നിയമം ഇറക്കിയത് തന്നെ ഇത്തരം തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, എതിരാളികളെ കുടുക്കി ജയിലിലേക്ക് ആക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു നീക്കം കൊണ്ട് വ്യക്തമാവുകയാണ്.